കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുന്നതിനായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം ചേരും. കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരൻ MP നാളെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ ജോസഫ് ഗ്രൂപ്പ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം. നമ്മളുടെ പ്രതിനിധികളുടെ തത്സമയം വിശദാംശങ്ങളുമായി വിനീത VJ, ഒപ്പം തന്നെ അജീഷ് ജയകുമാർ, രാഹുൽ വിജയൻ എന്നിവർ. ആദ്യം ഞാൻ പോകുന്നത് ഡൽഹിയിലേക്കാണ്. വിനീത VJ ഉണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. വിനീത, തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നതിന്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്, പിൻവലിക്കുന്നതിനൊക്കെ. അതിനുശേഷമാണ് പ്രചാരണ രംഗത്തേക്ക് ഊർജിതമായി കടക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ എന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെയുള്ള തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. എപ്പോഴാകും പട്ടിക പ്രഖ്യാപനം എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്നും നാളെയും ഒക്കെയായി ഈ ചർച്ചകൾ ഇങ്ങനെ തുടരുകയാണല്ലോ. അനുജ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ്. അല്പസമയത്തിനകം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇവിടെ ആരംഭിക്കും. നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെ ഈ ഇന്ദിരാഭവനിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ തൊട്ട് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ MP-മാരടക്കം മത്സരസന്നദ്ധ അറിയിച്ച കാര്യങ്ങളടക്കം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന അത്തരത്തിലേക്കുള്ള ചർച്ചകൾ ഇപ്പോഴും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തിമഘട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. അതിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും പിന്നീട് ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലും 31 പേരുടെ പേരുകൾ അവർ അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റിംഗ് MLA-മാരുണ്ട്, ഒറ്റ പേരുകളിലേക്ക് എത്തിയ മണ്ഡലങ്ങളുണ്ട്, സംവരണ സീറ്റുകളടക്കം 31 പേരുടെ പേരുകൾക്ക് ആദ്യം ചേർന്നിരുന്ന യോഗം അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 സ്ഥാനാർത്ഥികളടക്കം ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സൂചന. അതേസമയം ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 60 സ്ഥാനാർത്ഥികളടക്കുന്ന ഒരു ആദ്യഘട്ട പട്ടിക അത് തയ്യാറാക്കി വരുന്നുവെന്നും അത് ഉടനെ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ 40 സ്ഥാനാർത്ഥികളെങ്കിലും ഉള്ള ഒരു പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളൊക്കെ തന്നെ അന്തിമ ഘട്ടത്തിലാണ്. അതിൽ അമ്പലപ്പുഴയിൽ G. സുധാകരനെ പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേർന്ന യോഗം കൂടിയാലോചനകൾ ഡൽഹിയിൽ നടക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് നമ്മൾ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.